ത്രിയേക ദൈവത്തിന് സ്തുതി. നാം തിരുവെഴുത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ മനുഷ്യന്റെ രക്ഷയെ പ്രതി ത്രിയേക ദൈവത്തിന്റെ മനുഷ്യവർഗത്തോടുള്ള ഇടപെടലുകളെയാണ് നമ്മൾ കാണുന്നത്. രക്ഷ എന്ന് വിവക്ഷിക്കുന്നത് പല ദൈവശാസ്ത്ര വീക്ഷണത്തിൽ പല രീതിയിലാണ്. എന്നാൽ ആത്യന്തികമായി ദൈവ ഹൃദയത്തിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയി എന്നതാണ് മനുഷ്യന്റെ വീഴ്ച. പാപം എന്ന് പറയുന്നത് ഉടഞ്ഞുപോയ ഒരു ബന്ധമാണ്, എ ബ്രോക്കൺ റിലേഷൻഷിപ്പ്. ദൈവത്തോടുള്ള ബന്ധം മനുഷ്യന് നഷ്ടപ്പെട്ടു. നല്ല മനസാക്ഷി, കുറ്റമില്ലാത്ത മനസാക്ഷി മനുഷ്യന് നഷ്ടപ്പെട്ടു. മനുഷ്യനോടുള്ള ബന്ധവും അവന് നഷ്ടപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങളിൽ നമ്മൾ ഇത് കാണുന്നു. സഹോദരന്റെ കാവൽക്കാരനാണോ താനെന്ന് ആരായുന്ന കായീൻ സഹോദരന്റെ തലയ്ക്ക് അടിച്ചു കൊല്ലുന്ന, സഹോദരനുമായി വിദ്വേഷം ഉടലെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഉടഞ്ഞ ബന്ധങ്ങൾ, മാനുഷിക ബന്ധങ്ങൾ. ഇപ്പൊ രണ്ട് തലത്തിലുള്ള ബന്ധങ്ങൾ മനുഷ്യന് നഷ്ടപ്പെട്ടു. മനുഷ്യൻ ഏലിയനേറ്റഡ് ആയി, ഒറ്റപ്പെട്ടവനായി. ഇപ്പൊ ഒറ്റപ്പെടലിന്റെ തുരുത്തിൽ ഓരോ മനുഷ്യരും സ്വാർത്ഥതയുടെ വാത്മീകങ്ങൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ടു. ഇപ്പൊ സ്വാർത്ഥതയ്ക്കുള്ളിൽ അടയ്ക്കപ്പെട്ട മനുഷ്യന് അന്ധകാരത്തിൽ, വിഹ്വലതകളിൽ, നിരാശയിൽ, പരിഭ്രമത്തിൽ അവൻ ജീവിക്കുകയാണ്. ആ മനുഷ്യനെ അന്വേഷിച്ചാണ് ദൈവത്തിന്റെ പുത്രൻ വരുന്നത്. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കേണ്ടതിന് മനുഷ്യപുത്രൻ വരികയാണ്. എവിടെയാണ്? ഈ ഒറ്റപ്പെടലിന്റെ തുരുത്തുകളിലേക്ക്, ഇരുളുകളിലേക്ക് ദൈവത്തിന്റെ പുത്രൻ വരുന്നത്. അതുകൊണ്ടാണ് പ്രവചനത്തിൽ ഇരുട്ടിലിരുന്ന മനുഷ്യർക്ക് ഒരു വെളിച്ചം വരുന്നു എന്ന് പറയുന്നു. സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിന്റെയും ഒറ്റപ്പെടലിന്റെയും ഒക്കെ അന്ധകാരത്തിലാണ് ഓരോ വ്യക്തികളുമായിരുന്നത്. അതിലേക്കാണ് ദൈവം തന്റെ പുത്രനെ അയച്ചത്. ദൈവവുമായിട്ടുള്ള ബന്ധത്തെ ശരിപ്പെടുത്തുവാൻ വെർട്ടിക്കൽ റിലേഷൻഷിപ്പ്, പിന്നെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തെ ശരിയാക്കാൻ ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ്. അതുകൊണ്ടാണ് ഭൂമിയുടെ നടുവിൽ ആ മരക്കുരിശ് ഒരു വെർട്ടിക്കൽ പോളും ഒരു ഹൊറിസോണ്ടൽ പോളും, വെർട്ടിക്കൽ റിലേഷൻഷിപ്പും ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പും ശരിയാക്കിയെടുക്കുവാൻ ആ കുരിശിനെ സ്ഥാപിച്ചത്. ആ ബന്ധം നഷ്ടപ്പെട്ടു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബന്ധം നഷ്ടപ്പെട്ടപ്പോ അതിനുള്ള പരിഹാരം ദൈവത്തിന്റെ പ്രോമിസ്, ഒന്നാമത്തെ പ്രോമിസ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ മനുഷ്യവർഗത്തിന് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ആദ്യത്തെ അധ്യായം, മനുഷ്യവർഗത്തിന് കിട്ടുന്ന ആദ്യത്തെ പ്രോമിസ്, ഉൽപ്പത്തി പുസ്തകം 3:15. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. ദൈവം സർപ്പത്തോട് പറയുകയാണ്, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ഇതാ മനുഷ്യവർഗത്തിന് കിട്ടുന്ന ഒരു പ്രോമിസാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. നമ്മൾ ഈ സർപ്പത്തെ ബൈബിളിലെ പ്രഥമ പുസ്തകത്തിൽ കാണുന്നുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഈ സർപ്പത്തെ നമുക്ക് ബൈബിളിലെ അവസാനത്തെ പുസ്തകത്തിലും കാണാൻ പറ്റും. ബൈബിളിലെ 1-ാമത്തെ പുസ്തകത്തിൽ ഈ സർപ്പം സ്ത്രീയുടെ പ്രതിയോഗിയാണ്. ബൈബിളിലെ 1-ാമത്തെ പുസ്തകത്തിൽ ഈ സർപ്പത്തിനുള്ള ശത്രുത സ്ത്രീയോടാണ്. നമ്മൾ ശ്രദ്ധിച്ചു വായിക്കുമ്പോൾ 3-ാം അധ്യായത്തിൽ ഞാൻ നിനക്കും സ്ത്രീക്കും തമ്മിൽ ശത്രുതമുണ്ടാക്കും. അപ്പൊ സർപ്പത്തിന് എപ്പോഴും
ഈ സ്ത്രീയോട് ശത്രുത്വമുണ്ട്. അതേ ശത്രുത്വം നമ്മൾ വെളിപ്പാടിന്റെ പുസ്തകത്തിലും കാണുകയാണ്. പക്ഷേ വെളിപ്പാടിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോ ഈ സർപ്പം അങ്ങ് വളർന്നു. സർപ്പത്തിന് ഒരു മഹാസർപ്പമായി മാറി. ഉൽപ്പത്തി പുസ്തകത്തിൽ അത് ഇറ്റ് വാസ് ഓൺലി എ ഗാർഡൻ സ്നേക്ക്, ഒരു ചെറിയ സർപ്പമായിരുന്നു, ചെറിയൊരു പാമ്പായിരുന്നു. പക്ഷേ വെളിപ്പാടിലേക്ക് വരുമ്പോ മഹാസ്വർപ്പമായി മാറി. സ്ത്രീയുടെ ശത്രുക്കൾ അത്ര വർദ്ധിച്ചു. ഇപ്പൊ ഈ പ്രോമിസ് കഴിയുമ്പോ നമ്മളവിടെ കാണുന്നുണ്ട്, ഹൗവ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുന്നു. ഹൗവ മകനെ പ്രസവിക്കുമ്പോ ഹൗവ ഓർത്തു ഈ പ്രോമിസ്ഡ് ചൈൽഡിനെയാണ് തനിക്ക് ലഭിച്ചത്. 4-ാം അധ്യായത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ അവൾ ഗർഭം ധരിച്ച് കയീനെ പ്രസവിച്ചു, യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു എന്ന് പറഞ്ഞ് പിന്നെ അവൾ കായീൻ എന്ന് അവൾ പേരിട്ടു. എന്ന് പറഞ്ഞാൽ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. സർപ്പത്തിന്റെ തലയെ തകർക്കുന്ന വാഗ്ദത്ത സന്തതിയാണ് താൻ പ്രസവിച്ചതെന്ന് ഹൗവ ചിന്തിച്ചു. എന്നാൽ കായീൻ സർപ്പത്തിന്റെ തലയല്ല, അവന്റെ അനിയന്റെ തലയാണ് തകർത്തത് എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ വാഗ്ദത്ത സന്തതി വരുവോളം ജനം കാത്തിരിക്കുകയാണ്. ഗലാത്യലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, വാഗ്ദത്ത സന്തതി വരുവോളം ന്യായപ്രമാണം നൽകപ്പെട്ടു. ഗലാത്യലേഖനത്തിൽ പൗലോസ് ശ്ലീഹ എഴുതാണ് വാഗ്ദത്ത സന്തതി വരുവോളം. എവിടെയാണ് ഈ വാഗ്ദത്ത സന്തതി നൽകപ്പെട്ടത്? ഈ വാഗ്ദത്തം നൽകപ്പെട്ടത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഗലാത്യലേഖനം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം വാഗ്ദത്ത സന്തതി വരുവോളം. 3-ാം അധ്യായം 19-ാമത്തെ വാക്യം, ഗലാത്യലേഖനം 3:19. വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതാണ്. ഒരു പ്രോമിസ്ഡ് ചൈൽഡ്, ദ ചൈൽഡ് വാസ് പ്രോമിസ്ഡ് ഇൻ ദ ഗാർഡൻ ഓഫ് ഈദൻ. അപ്പൊ ഏദൻ തോട്ടത്തിൽ തന്നെ വാഗ്ദത്തം ചെയ്യപ്പെട്ടു. പിന്നീട് ഈ വാഗ്ദത്തം അബ്രഹാമിനോട് റീഅഫേം ചെയ്തു, നിന്റെ സന്തതി മുഖാന്തരം. അപ്പൊ ഇവിടെയെല്ലാം ഏകവചനമാണ്. സന്തതികൾ എന്ന് അനേകരെ കുറിച്ചല്ല ഗലാത്യലേഖനത്തിൽ പറയുന്നു. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു, സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്ക് എന്ന് ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെ. അപ്പൊ അബ്രഹാമിനോട് പറയുകയാണ് നിന്റെ സന്തതിക്ക്. അബ്രഹാമിന് ശേഷം എത്രയോ തലമുറകൾ കഴിഞ്ഞാണ് ക്രിസ്തു ജനിക്കുന്നത്. അപ്പൊ അബ്രഹാമിനോട് സ്പെസിഫിക് ആയിട്ട് നിന്റെ സന്തതി എന്ന് പറയുന്ന ഏകനായ ക്രിസ്തുവിനെ കുറിച്ചാണ്. അപ്പൊ സ്ത്രീയുടെ സന്തതി എന്ന് പറയുമ്പോ അത് ഹൗവയെ കുറിച്ചല്ല, ആ പ്രോമിസ്ഡ് ചൈൽഡ് ജനിക്കുന്നതിനെ കുറിച്ച് ഗലാത്യലേഖനം 4:4 പൗലോസ് ശ്ലീഹ പറയാണ്, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്നു ജനിച്ചവനായി, ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചു. അപ്പം സമയത്തിന്റെ പൂർണ്ണതയിൽ സ്ത്രീയിൽ നിന്ന് ഈ ദൈവത്തിന്റെ പുത്രൻ, ഈ പ്രോമിസ്ഡ് ചൈൽഡ് ജനിച്ചു. ഉൽപ്പത്തി പുസ്തകം 3:15 പരാമർശിക്കപ്പെട്ട സ്ത്രീ ഭാഗ്യവതിയും നിത്യകന്യകയുമായ പരിശുദ്ധ മറിയമാണ്. അതാണ് തിരുവെഴുത്ത് സത്യസന്ധമായി നിഷ്പക്ഷമായി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതാണ് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നത്. കണ്ടാലും ഇതുമുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. കണ്ടാലും ഇതുമുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഇന്നും പരിശുദ്ധ മറിയത്തെ ലോകമെങ്ങും ഭാഗ്യവതി എന്ന് വാഴ്ത്തുകയാണ്. അത് സഭ മാത്രമല്ല, ക്രൈസ്തവർ മാത്രമല്ല, മറ്റു മതസ്ഥർ പോലും ഈ മറിയത്തെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുകയാണ്. കാരണം രക്ഷാകര പദ്ധതിയിൽ അദ്വിതീയ സ്ഥാനമാണ് മറിയത്തിന് നൽകപ്പെട്ടിരിക്കുന്നത്. കാരണം മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ഒരു സ്ത്രീയാണ് ഹേതുവായത്.
മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ഹേതുവായത് ഹൗവയാണ്. സർപ്പം ഹൗവയെ ഉപായത്തിൽ ചതിച്ചു. അങ്ങനെയാണ് പൗലോസ് കൊരിന്ത്യർ ലേഖനം 11 അധ്യായത്തിൽ പറയുന്നത്. സർപ്പം ഹൗവയെ ഉപായത്തിൽ ചതിച്ച് ഹൗവ വഞ്ചിക്കപ്പെട്ടു. മനുഷ്യവർഗം മുഴുവൻ പാപത്തിലേക്ക് വീഴുവാൻ, ശാപഗ്രസ്തരായി തീരുവാൻ ഒരു സ്ത്രീയാണ് ഹേതുവായത്. അപ്പൊ ആ ഒരു സ്ത്രീയിലൂടെ വന്ന വീഴ്ച മറ്റൊരു സ്ത്രീയിലൂടെ തന്നെ മാറുകയാണ്. ഇപ്പൊ ഒന്നാമത്തെ ആദം വീഴ്ചയുടെ കാരണം ഒരു സ്ത്രീ ആയിരുന്നു. അപ്പൊ അവിടെ ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ ഈ മറിയത്തെ രണ്ടാമത്തെ ഹൗവ എന്ന് വിളിക്കുന്നത്. ഒന്നാമത്തെ ഹൗവ മരണത്തിന്റെ വാതിൽ തുറന്നെങ്കിൽ രണ്ടാമത്തെ ഹൗവ ജീവന്റെ വാതിലുകളാണ് തുറന്നത്. ചില ആളുകൾ അതിന് ഡിസ്പ്യൂട്ടൊക്കെ പറയും. ഒന്നാമത്തെ ഹൗവ ആദാമിന്റെ ഭാര്യയായിരുന്നു. ഒന്നാമത്തെ ഹൗവ ആദാമിന്റെ ഭാര്യ ആയിരുന്നു എന്നതിനേക്കാൾ ഉപരിയായി ഒന്നാമത്തെ ഹൗവ ആദാമിൽ നിന്ന് അസ്വാഭാവികമായി ജനിച്ചയാളായിരുന്നു. ഒന്നാമത്തെ ഹൗവ ഒന്നാമത്തെ ആദമിൽ നിന്ന് അസ്വാഭാവികമായ വിധത്തിൽ ജനിച്ചു. കാരണം അവന്റെ വാരിയല്ലൊന്നെടുത്ത് അതിൽ നിന്നാണ് ഒന്നാമത്തെ ഹൗവ ജനിക്കുന്നത്. അസ്വാഭാവിക ജനനമാണ്. ഹൗവ ആദമിൽ നിന്ന് ജനിച്ചു. എന്നാൽ ഒടുക്കത്തെ ആദാം റിവേഴ്സ് പ്രോസസ്സാണ്. നേരെ തിരിച്ച് ഒടുക്കത്തെ ആദാം രണ്ടാമത്തെ ഹൗവയിൽ നിന്ന് അസ്വാഭാവികമായി ജനിച്ചു. ഒന്നാമത്തെ ആദം ഒന്നാമത്തെ ഹൗവയ്ക്ക് ജന്മം നൽകിയപ്പോൾ സ്ത്രീ പുരുഷ സംയോഗമില്ലാതെ ഒന്നാമത്തെ ആദമിൽ നിന്ന് മാത്രമായി ഹൗവ ജനിക്കുകയാണ്. പുരുഷന്റെ സന്തതി. ആ പുരുഷന്റെ സന്തതി സർപ്പത്തിന്റെ മുമ്പിൽ പരാജയപ്പെട്ടെങ്കിൽ ഇവിടെ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ ആദം ഒന്നാമത്തെ ഹൗവയ്ക്ക് അസ്വാഭാവികമായി ജന്മം നൽകിയപ്പോൾ രണ്ടാമത്തെ ആദം രണ്ടാമത്തെ ഹൗവയിൽ നിന്ന് അസ്വാഭാവികമായ വിധത്തിൽ ജനിച്ചു. അതാണ് സഭാപിതാക്കന്മാർ ഇതിനെ താരതമ്യം ചെയ്യുന്നത്. ഒന്നാമത്തെ ഹൗവ ഒന്നാമത്തെ ആദത്തിൽ നിന്നാണ് ജനിച്ചത്. പക്ഷേ രണ്ടാമത്തെ ആദം രണ്ടാമത്തെ ഹൗവയിൽ നിന്നാണ് ജനിച്ചത്. രണ്ടും സ്വാഭാവിക ജനനമല്ല. അതാണ് താരതമ്യം. ഒന്നാമത്തെ ആദം ഒന്നാമത്തെ ഹൗവയ്ക്ക് ജന്മം നൽകി. അപ്പൊ ഒന്നാമത്തെ ഹൗവ ആ സർപ്പത്തിന്റെ മുമ്പിൽ, വീണുപോയ ദൂതന്റെ മുമ്പിൽ അവൾ വീണുപോയി, പരാജയപ്പെട്ടു. എന്നാൽ രണ്ടാമത്തെ ഹൗവ ദൈവസന്നിധി നിൽക്കുന്ന ദൂതന്റെ മുമ്പിൽ പരിപൂർണ അനുസരണത്തിലേക്ക് വരികയാണ്. ഒന്നാമത്തെ ഹൗവയ്ക്ക് ദൈവത്തെ അനുസരിക്കാൻ കഴിഞ്ഞില്ല. ഒന്നാമത്തെ ഹൗവയ്ക്ക് എന്തുകൊണ്ടാണ് ദൈവത്തെ അനുസരിക്കാൻ കഴിയാഞ്ഞത്? യേശു കർത്താവ് പറയുക, യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പനകളെ പാലിക്കും. യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, നമ്മൾ സ്നേഹത്തിൽ വസിക്കുന്നു എങ്കിൽ അവന്റെ കൽപ്പനകളെ പാലിക്കും. അപ്പൊ ഒന്നാമത്തെ ഹൗവ ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിച്ചില്ല. അപ്പൊ സ്നേഹത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വാസവും സ്നേഹവുമായിട്ട് അങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്. സ്നേഹത്തിൽ മാത്രമേ നമുക്ക് വിശ്വാസം ഉണ്ടാവുള്ളൂ. സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കും. അതാണ് നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നത്. അനേക കൊച്ചു കുഞ്ഞുങ്ങൾ തങ്ങളുടെ ബന്ധുക്കളെയൊക്കെ സ്നേഹിച്ച് അവരെ വിശ്വസിച്ച് അവരുടെ കൂടെ പോയി വലിയ അപകടത്തിൽപ്പെടുന്നതായിട്ട്. സ്നേഹിക്കുമ്പോൾ സമാധാനമുണ്ടാകും, സ്വസ്ഥതയുണ്ടാകും, സ്നേഹത്തിൽ ധൈര്യമുണ്ട്.
സ്നേഹത്തിൽ ഉറപ്പുണ്ട്. അപ്പൊ സ്നേഹത്തെക്കുറിച്ചുള്ള ബ്യൂട്ടിഫുൾ ചാപ്റ്റർ ഉണ്ട്. 1 കൊരിന്ത്യർ 13 പൗലോസ് പറയാണ്, സ്നേഹം നിഗളിക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്നേഹം ഒരു നാളും മുതിർന്നു പോകുന്നില്ല, സ്നേഹം അകൃത്യങ്ങളെ ദോഷങ്ങളെ കണക്കിടുന്നില്ല. അപ്പൊ സ്നേഹത്തെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഹൗവ പാപം ചെയ്തതിന്റെ അടിസ്ഥാന കാരണം അവൾക്ക് ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിക്കാൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ സ്നേഹത്തിൽ വസിച്ചിരുന്നു എങ്കിൽ, അപ്പൊ സ്നേഹത്തിൽ വസിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? സ്നേഹത്തിൽ വസിക്കാൻ കഴിയാത്തത് നമ്മുടെ അഹങ്കാരം കൊണ്ടും അസൂയ കൊണ്ടുമാണ്. സ്നേഹത്തിൽ വസിക്കാത്തത് അഹങ്കാരം കൊണ്ടും അസൂയ കൊണ്ടുമാണ്. ദൈവത്തോട് പോലും ചിലപ്പോൾ അസൂയ വരികയാണ്. അപ്പൊ ആ അസൂയയാണ് സാത്താൻ മുതലെടുക്കുന്നത്. നിങ്ങൾക്ക് ദൈവത്തെ പോലെ ആകാൻ കഴിയും. ദൈവത്തെ പോലെ, ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ആ ആളെ പോലെ ആവണമെന്ന് തോന്നില്ല. നമുക്ക് വളരെ ഉന്നതനായ ഒരു വ്യക്തിയുമായിട്ട് വളരെ അടുത്ത സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് ആ കസേര കിട്ടണമെന്ന് ആഗ്രഹം വരുന്നില്ല. അദ്ദേഹം ആ കസേരയിൽ ദീർഘകാലം ഇരിക്കണം എന്നതായിരിക്കും നമ്മുടെ ആഗ്രഹം. അതാണ് യഥാർത്ഥ സ്നേഹം. അപ്പൊ സ്നേഹത്തിൽ വസിപ്പി, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയുകയില്ല. അപ്പൊ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മൾ സ്നേഹത്തിൽ വസിക്കാനാണ്. ആ ദൈവസ്നേഹത്തിൽ വസിക്കുന്ന ഒരു മേരിയെയാണ് നമ്മൾ കാണുന്നത്. വാർദ്ധക്യത്തിൽ ഹനായ്ക്കും യുയാക്കിമിനും ഉണ്ടായ ഈ ബാലികയെ അവർ ദൈവാലയത്തിൽ സമർപ്പിക്കുകയാണ്. ദൈവാലയ കന്യകയായി അവൾ വളരുകയാണ്. അവൾക്കൊരു കന്യാവ്രതം ഉണ്ട്. കന്യാവ്രതം പറഞ്ഞാൽ നാസീർ വ്രതം. പുരുഷന്മാർക്കുള്ളതുപോലെ നസറീൻ എന്ന കന്യകമാരെടുക്കുന്ന വ്രതമുണ്ട് ആ കാലഘട്ടത്തിൽ. യഹൂദയിലെ രാജകുമാരിയായ ബെർണീസ് നസറീൻ വ്രതം എടുത്തിരുന്ന, കന്യാവ്രതം എടുത്തിരുന്നു എന്ന് ജോസീഫസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിലുള്ള ഒരു വ്രതമായിരുന്നു കന്യാവ്രതം. ആ കന്യാവ്രതം എടുക്കുന്ന ആ പെൺകുട്ടികളെ ഒരു പുരുഷന് വിവാഹ നിശ്ചയം ചെയ്തു വെക്കുക പതിവായിരുന്നു. അതൊരു കാവലും കോട്ടയുമായിരുന്നു. അവർ സംരക്ഷകരായിരുന്നു. അങ്ങനെ കന്യകമാരുടെ സംരക്ഷണം ഏറ്റെടുക്കുന്ന പുരുഷന്മാർ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അവരുടെ സംരക്ഷണയിൽ കന്യക കാണും. എന്നാൽ ആ കന്യകയെ അവർ തൊടുകയോ അവരുമായി ബന്ധപ്പെടുകയോ ചെയ്യത്തില്ല. കാരണം ഈ കന്യകമാരുടെ കന്യകാവ്രതത്തെ സംരക്ഷിക്കുകയാണ് അവരുടെ ദൗത്യം. അങ്ങനെ കന്യകാവ്രതത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷന്മാർ ഒരുപക്ഷെ ചിലപ്പോൾ ആ കന്യകയിൽ ആകൃഷ്ടരാകും. അങ്ങനെ ആകൃഷ്ടരായ പുരുഷന്മാർക്ക് ആ കന്യകയോട് പോയി ബന്ധപ്പെടാൻ കഴിയുമോ, അതുകൊണ്ട് എന്തെങ്കിലും അയോഗ്യതയുണ്ടോ എന്നാണ് കൊരിന്ത്യ സഭയിലുള്ളവർ വിശുദ്ധ പൗലോസ് ശ്ലീഹായോട് എഴുതി ചോദിച്ചത്. അതിനുള്ള മറുപടിയാണ്, കന്യകമാരെ കുറിച്ച് എനിക്ക് കർത്താവിൽ കൽപ്പനയില്ല, എങ്കിലും ഒരു പുരുഷൻ തന്റെ കന്യകയോട് അയോഗ്യമായി ചെയ്യുന്നെന്ന് വിചാരിച്ചാൽ അവർ വിവാഹം ചെയ്യുന്നതിൽ എതിരുമില്ല എന്ന് പൗലോസ് മറുപടി പറയുന്നു. ഞാൻ പറഞ്ഞത്, പരിശുദ്ധ അമ്മ അങ്ങനെ ഒരു കന്യകാവ്രതം എടുത്തിരുന്നു. ആ കന്യാവ്രത മുദ്രയ്ക്ക് ഭംഗമേൽക്കാതെ, അതുകൊണ്ടാണ് ദൂതൻ വന്ന് പറയുമ്പോൾ നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുരുഷനെ അറിയായികയാൽ, ഫോർ മീ ദർ ഇസ് നോ പോസിബിലിറ്റി ടു നോ എ മാൻ, എന്നെ സംബന്ധിച്ച് ഒരു പുരുഷനെ അറിയാനുള്ള സാധ്യത എന്റെ ജീവിതത്തിൽ ഇല്ല, പിന്നെ ഇത് എങ്ങനെ സംഭവിക്കും എന്നാണ് ചോദിച്ചത്. അപ്പൊ തന്റെ കന്യാവ്രതത്തെക്കുറിച്ചുള്ള ശക്തമായ സൂചനയാണ് അവിടെ കാണുന്നത്. അല്ല, കന്യാവ്രതം ഉള്ളപ്പോൾ തന്നെ അത്ഭുതകരമായി ദൈവപുത്രൻ അവളിൽ നിന്ന് ജാതനായി. ഇതാണ് ഞാൻ പറഞ്ഞ മനുഷ്യ തലത്തിലേക്ക് ദൈവത്തിന്റെ ഇടപെടൽ. ഇപ്പൊ ബ്രോക്കൺ റിലേഷൻഷിപ്പാണ്. നിങ്ങൾക്ക് അവിടെ കാണാം, ഉൽപ്പത്തി പുസ്തകം 3 ബ്രേക്കായി പോയതാണ്. ആ റിലേഷൻഷിപ്പിനെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യാണ്. റീഎസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ വേണ്ടി സ്വർഗം വന്ന് വീണ്ടും ഒരു സ്ത്രീയെ സന്ധിക്കുകയാണ്. ഒന്നാമത് ആ സ്ത്രീ നിമിത്തമാണ് ആ ബന്ധം ഉടഞ്ഞു പോയത്. ഇവിടെ ആ സ്ത്രീയിലൂടെ ആ ബന്ധം വീണ്ടും എന്ത് ചെയ്യാണ്, പുനഃസ്ഥാപിക്കുകയാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ രണ്ടാം ഹൗവ എന്ന് വിളിക്കുന്നത്. വചനം മാംസമായി തീർന്നു. എവിടെയാണ് വചനം മാംസമായി തീർന്നത്? ഇൻകാർണേറ്റഡ്. മറിയത്തിന്റെ ഉദരത്തിൽ
വചനം മാംസമായി, ദൈവത്തിന്റെ പുത്രൻ. അവിടെ ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ സമ്മേളിക്കുകയാണ്, ഒരുമിക്കുകയാണ്. മനുഷ്യത്വം മഹത്വവൽക്കരിക്കപ്പെടുകയാണ്, മഹത്വീകരിക്കപ്പെടുകയാണ്. പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. അത് കേവലം വൈകാരിക തലത്തിലുള്ള ഒരു പ്രാധാന്യത്തെക്കുറിച്ചല്ല ഞാൻ പറയും. ദൈവശാസ്ത്ര തലത്തിൽ പോലും വളരെ പ്രാധാന്യമുണ്ട്. അനേക ആളുകൾ ഈ ക്രിസ്തുവിന്റെ ജഡധാരണത്തെ നിഷേധിക്കുകയാണ്. യോഹന്നാൻ ശ്ലീഹ ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്തവൻ എതിർ ക്രിസ്തുവാണ്. അപ്പൊ എതിർ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവർ പരിശുദ്ധ അമ്മയെ നിഷേധിക്കും, നിരാകരിക്കും, താഴ്ത്തിക്കെട്ടും. ഇപ്പൊ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യത്തെ അംഗീകരിക്കുക എന്നുള്ളതിലാണ്. സത്യവിശ്വാസം അതിലാണ് നിലനിൽക്കുന്നത്. എതിർ ക്രിസ്തു ആരെന്ന് ഇതിനാൽ അറിയാം. ഏതിനാലാണ് അറിയുന്നത്? പരിശുദ്ധ അമ്മയെ ആരെല്ലാം അംഗീകരിക്കുന്നുവോ അവരാണ് സത്യക്രിസ്ത്യാനികൾ, സത്യവിശ്വാസികൾ. ആരെല്ലാം നിഷേധിക്കുന്നുവോ അവരെല്ലാം എതിർ ക്രിസ്തുവാണ്. അത് യോഹന്നാൻ ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് നിഷേധിക്കുന്നവൻ ആരോ അവനാണ് എതിർ ക്രിസ്തു എന്നെഴുതിയതിന്റെ ഒരു പാരാഫ്രൈസ്ഡ് ഫോമാണ്, ഒരു ഭാഷാന്തരമാണ് ഞാൻ ഈ പറയുന്നത്. പരിശുദ്ധ അമ്മയെ അംഗീകരിക്കുക. ക്രിസ്തുവിന്റെ ജഡാവതാരം എന്ന് പറഞ്ഞാൽ അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി, സ്ത്രീയിൽ നിന്ന് ജാതനായി എന്ന് അംഗീകരിക്കുക. മറിയത്തിൽ നിന്നാണ് യേശു ജനിച്ചത്. മറിയത്തിന്റെ മകനാണ്, മറിയത്തിന്റെ മകനാണ്. ഹൗവയെ ആദമിന്റെ മകളെന്ന് നമുക്ക് വേണം വിശേഷിപ്പിക്കാൻ. കാരണം ആദമിൽ നിന്നാണ് അവൾ ജനിക്കുന്നത്. ഇവിടെ മറിയത്തിൽ നിന്ന്, രണ്ടാമത്തെ ഹൗവയിൽ നിന്ന് രണ്ടാമത്തെ ആദം ജനിക്കുകയാണ്. അവിടെ മനുഷ്യത്വവും ദൈവത്വവും സമ്മേളിക്കുകയാണ്. മനുഷ്യത്വവും ദൈവത്വവും സമ്മേളിക്കുകയാണ്. ഇത് നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ മർമ്മമാണ്, ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനമാണ്. നമ്മൾ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മറ്റു വിശ്വാസങ്ങളിൽ നിന്ന് എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നു? ദൂരെ 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 കോടാനുകോടി മൈലുകൾക്കത്ര അപ്പുറത്ത്, മേഘങ്ങൾക്കപ്പുറത്ത്, എവിടെയാണെന്നറിയത്തില്ല, അങ്ങ് ദൂരെ ഇരിക്കുന്ന ഒരു ദൈവം. വളരെ ബുദ്ധിമുട്ടി നമ്മൾ ദുരിതക്കയത്തിൽ നിന്ന്, നിലയില്ലാ കയത്തിൽ നിന്ന് ദൈവമേ എന്ന് ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. ദൈവം കേൾക്കുന്നുണ്ടോ? ദൈവം അറിയുന്നുണ്ടോ? ദൈവം എവിടെയാണ്? ഞാൻ ദൂരസ്ഥനായ ദൈവം മാത്രമല്ല, ഞാൻ സമീപസ്ഥനായ ദൈവം കൂടിയാണ്. ഇപ്പൊ മനുഷ്യന്റെ ആ ഏലിയനേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക്, ഒറ്റപ്പെട്ട, അബാൻഡന്റ്, ഉപേക്ഷിക്കപ്പെട്ട അനുഭവത്തിലേക്ക്, ഏകാന്തതയുടെ തുരുത്തിലേക്ക് കൈവിടപ്പെട്ടുവോ ഈ വലിയ യൂണിവേഴ്സിൽ, ഈ വലിയ പ്രപഞ്ചത്തിൽ നമ്മൾ മാത്രം കൈവിടപ്പെട്ടവരായി ഈ ഭൂമിയിൽ കഴിയുമ്പോൾ ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയുമില്ല. എവിടെയോ ഇരുന്ന് നമ്മുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കുകയും അതിന് മറുപടികൾ അയക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ശക്തി അല്ല ദൈവം. ആ ദൈവം എന്ത് ചെയ്യാണ്? ദൈവം മനുഷ്യവർഗത്തിലേക്ക് ഇറങ്ങി വന്ന് ദൈവം മനുഷ്യനായി മാറി. നൗ ഗോഡ് ഈസ് വിത്ത് അസ്. ഇമ്മാനുവേൽ എന്നവന് പേർ വിളിക്കപ്പെടും. ഹി ടാബർനാക്കിൾഡ് എമംഗ് അസ്. അവൻ നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു എന്നാണ് മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നത്. ഹി ടാബർനാക്കിൾഡ് എമംഗ് അസ് ഇൻ ദ ഫ്ലഷ്. ശരീരത്തിൽ ദൈവം മനുഷ്യരോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. ദൈവത്തിന്റെ കൂടാരം മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. അവൻ മനുഷ്യത്വവുമായി മിങ്കിൾ ചെയ്തു. ഇനി നമ്മളും ദൈവവും എന്നൊരകൽച്ചയില്ല.
അതാണ് ഈ വേർപാടിന്റെ നടുച്ചുവരനെ ഇടിച്ചു. ഇനിയിപ്പോ ദൈവവും നമ്മളും എന്നുള്ള അകൽച്ചയില്ല. കാരണം ദൈവം മനുഷ്യത്വത്തെ സ്വീകരിച്ചു. ദൈവം മനുഷ്യത്വത്തെ സ്വീകരിച്ചതോടുകൂടെ മനുഷ്യത്വം മഹത്വീകരിക്കപ്പെട്ടു. ഇനി മുതൽ മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഇൻഫീരിയർ ബീയിങ് അല്ല. ഇപ്പൊ മനുഷ്യവർഗം മുഴുവനായി എന്ത് ചെയ്യാണ്? എലിവേറ്റ് ചെയ്യപ്പെടുകയാണ് ഒരു ഗ്ലോറിഫൈഡ് സ്റ്റേറ്റിലേക്ക്. നമ്മൾ അതിന്റെ വ്യത്യാസം മനസ്സിലാണ്. നമ്മളെ സംബന്ധിച്ച് യേശയ്യാ പ്രവാചകൻ പറയുന്നത്, എന്റെ മഹത്വം മറ്റൊരുത്തനും ഞാൻ വിട്ടുകൊടുക്കുകയില്ല, എന്റെ സ്തുതി ഞാൻ വിഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കുകയില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റാണ്. ദൈവം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തനാണ്, മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തനായി മറ്റൊരു തലത്തിൽ മറ്റൊരു മണ്ഡലത്തിൽ ഇരിക്കുന്നു ദൈവം. നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യരാണ്. നമ്മളൊക്കെ അങ്ങ് താഴെ തട്ടിൽ കിടക്കുന്ന അധപ്പതിച്ച ഒരു പ്രത്യേക വിഭാഗം ജീവികളാണ്. ദൈവം വളരെ ഉയരത്തിൽ. ഈ ഒരു ചിന്തയാണ് പാശ്ചാത്യ ദൈവശാസ്ത്ര ചിന്തകളെ ഭരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ക്രിസ്തീയ ചിന്ത അതല്ല. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം അതല്ല. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ദൈവം മനുഷ്യനായി തീർന്നു എന്ന് പറഞ്ഞാൽ ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ സമ്മേളിച്ചു, തമ്മിൽ ഇടകലർന്നു, ഒന്നായി തീർന്നു. ഇനി മുതൽ നാം അന്യര് അല്ല. ഇനി മുതൽ നാം ശത്രുക്കൾ അല്ല. ഇനി മുതൽ നാം ഏലിയനേറ്റഡ് അല്ല. നമ്മൾ ഒറ്റപ്പെട്ടവരല്ല, നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടവരല്ല, നമ്മൾ ദരിദ്രരല്ല, നമ്മൾ ദുർബലരല്ല, നമ്മൾ അനാഥരല്ല. ക്രിസ്തു മനുഷ്യൻ, ദൈവം മനുഷ്യനാകുന്നതിന് മുമ്പ് നമ്മൾ അനാഥരായിരുന്നു, നമ്മൾ ദരിദ്രരായിരുന്നു, നമ്മൾ ബലഹീനരായിരുന്നു, നമ്മൾ കോപത്തിന്റെ മക്കളായിരുന്നു, നമ്മൾ ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു, നമ്മൾ ഇരുളിലായിരുന്നു. ഇപ്പോഴോ നമ്മൾ ഇരുളിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ പ്രകാശത്തിന്റെ രാജ്യത്തിലായി. നമ്മൾ ശത്രുക്കൾ എന്ന പദവിയിൽ നിന്ന് പുത്രന്മാർ എന്ന പദവിയിലേക്ക് മാറ്റപ്പെട്ടു. നമ്മൾ അനാഥരല്ലിപ്പോൾ, നമ്മൾ ബലഹീനരല്ല. ആകയാൽ ദുർബലൻ തന്നെ ബലവാൻ എന്ന് പറയട്ടെ. ആൻഡ് നൗ ലെറ്റ് ദ വീക്ക് സേ ദാറ്റ് ഐ ആം സ്ട്രോങ് ബിക്കോസ് ഓഫ് ദ ഇൻകാർണേഷൻ. ഇത് മുഴുവൻ സംഭവിച്ചത് ആ ഇൻകാർണേഷനിലാണ്. ഏതാണ്? ദൈവം മനുഷ്യനായി തീർന്നു. ഇപ്പൊ ദൈവത്വവും മനുഷ്യത്വവും കൂടെ സമ്മേളിച്ചു, മീറ്റ് ചെയ്തു. ഇപ്പോ ദൈവത്വവും മനുഷ്യത്വവും ഒന്നായി തീർന്നിരിക്കുന്നു. ദൈവത്വവും മനുഷ്യത്വവും ഒന്നായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനി പഴയതുപോലെ ദൈവമേ എന്ന് വിളിച്ച് നമ്മൾ നിലവിളിക്കുകയല്ല. കാരണം നമ്മൾ മനുഷ്യരും അവൻ ദൈവവും എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് ദൈവം മനുഷ്യനായി തീർന്നു. നമ്മൾ ബന്ധിക്കപ്പെട്ടു. ഈ രഹസ്യമാണ് നമ്മുടെ പൗരസ്ത്യ പിതാക്കന്മാർ പഠിപ്പിച്ചത്, അവർ വിശ്വസിച്ചത്. ഈ രഹസ്യത്തിന്റെ ആഘോഷത്തിലാണ് പരിശുദ്ധ മറിയത്തിന് വലിയ പ്രാധാന്യമുണ്ടാകുന്നത്. കാരണം ദൈവവും മനുഷ്യരും ഒരുമിച്ച് ചേരുകയാണ്. ദൈവത്വം മനുഷ്യത്വത്തിൽ വന്ന് കലരുകയാണ്. എക്സ്ക്ലൂഷൻ അല്ല, ഇത് ഇൻക്ലൂഷനാണ്. ഒരുമിച്ച് ചേരുകയാണ്. ഇനി മുതൽ നമ്മൾ ഒരിക്കലും അനാഥരല്ല. ഇനി മുതൽ നമ്മൾ അന്യരല്ല. ഇനി മുതൽ നമ്മൾ അകന്നവരല്ല. നമ്മൾ അടുത്തിരിക്കുകയാണ്. നമ്മൾ ഒന്നായി തീർന്നിരിക്കുകയാണ്. ദൈവത്വം മനുഷ്യത്വത്തിൽ വന്ന് സമ്മേളിച്ചു, മനുഷ്യത്വത്തിൽ വന്ന് വസിച്ചു. ദൈവത്വവും മനുഷ്യത്വവും തമ്മിൽ ഒരുമിച്ച് ചേർന്നു. അത് സംഭവിച്ചത് മറിയത്തിലാണ്, മേരിയിൽ അത് സംഭവിച്ചു. ദാറ്റ് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മേരി. അതുകൊണ്ടാണ് സഭ മറിയത്തെ വാഴ്ത്തുന്നത്, ഘോഷിക്കുന്നത്. ഇതുപോലൊരു ജന്മമില്ല, ഇതുപോലൊരു ജീവിതമില്ല. വാഗ്ദാന പേടകമായ പരിശുദ്ധ മറിയം, ഇതുപോലൊരു ജീവിതം മനുഷ്യകുലത്തിലില്ല. മനുഷ്യകുലത്തിലെ ഏറ്റവും ധന്യമായ സുരഭിലമായ ജീവിതം പരിശുദ്ധ മറിയം. മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പ്രത്യാശയും മനുഷ്യവർഗത്തിന്റെ മുഴുവൻ സന്തോഷത്തിന്റെ കാരണവും മനുഷ്യവർഗത്തിന്റെ ഉദ്ധാരണത്തിന്റെ കാരണവും അവളിൽ നിന്ന് പുറപ്പെട്ടു. തീക്കല്ലിൽ നിന്ന്
വെള്ളം പുറപ്പെടുന്നത് പോലെ ആ മറിയത്തിൽ നിന്ന് മനുഷ്യവർഗത്തിന്റെ ദാഹത്തെ മുഴുവൻ പോറ്റുവാനുള്ള സാക്ഷാൽ ജീവജലത്തിന്റെ ഉറവ പുറത്തു വന്നു. അതാണ് മറിയത്തിന്റെ പ്രാധാന്യം. ഇൻകാർണേഷനോട് ബന്ധപ്പെടുമ്പോൾ ദൈവവും മനുഷ്യനും ഒന്നായി തീർന്നു. ആ പ്രാധാന്യമാണ്. അതാണ് യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയുന്നത്, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. യോഹന്നാൻ 17:22 നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ. നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവരെയും സ്നേഹിക്കുന്നുവെന്ന് അറിയേണ്ടതിന്, ഫാദർ, ഐ ഷെയർ ദ ഗ്ലോറി which he has given to me. I share that glory with my people, my disciples. അപ്പൊ ദൈവത്തിന്റെ മഹത്വം തന്റെ ശിഷ്യന്മാരുമായി കർത്താവ് ഷെയർ ചെയ്യുകയാണ്. പഴയ നിയമത്തിലെ കോൺസെപ്റ്റിൽ എന്റെ മഹത്വം മറ്റൊരുത്തിനും വിട്ടുകൊടുക്കുകയില്ല എന്ന് എഴുതിയെങ്കിൽ, പുതിയ നിയമത്തിലെ കർത്താവ് വരുമ്പോൾ ആ മഹത്വം ഷെയർ ചെയ്യുകയാണ്. ഗ്ലോറി ഷെയർ, മഹത്വം ഷെയർ ചെയ്യാണ്. കാരണം ഇപ്പോൾ അവൻ മനുഷ്യത്വത്തിൽ ഇറങ്ങി വന്നിരിക്കും. മനുഷ്യവർഗം മുഴുവൻ മഹത്വീകരിക്കപ്പെടുകയാണ്. മനുഷ്യവർഗം മുഴുവൻ ഉയർത്തപ്പെടുകയാണ്. ഈ മനുഷ്യവർഗത്തിന്റെ മഹത്വീകരണത്തിന്റെ കാരണഭൂതയായി തീർന്ന ഈ മറിയം എത്ര അധികമായി മഹത്വപ്പെടും. അതാണ് പറഞ്ഞത്, കണ്ടാലും ഇതുമുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. കണ്ടാലും ഇതുമുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. മനുഷ്യവർഗത്തിന്റെ മഹത്വീകരണം ആ മറിയത്തിലാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് ദൈവസന്നിധി നിൽക്കുന്ന ദൂതൻ അവളുടെ മുമ്പിൽ ഇറങ്ങി വന്ന് അവളോട് സ്ലോമോ ചൊല്ലിയത്. ദൈവസന്നിധി നിൽക്കുന്ന ദൂതൻ സ്ലോമോ ചൊല്ലിയ മേരി, ദൈവസന്നിധിയിലെ ദൂതൻ സ്ലോമോ ചൊല്ലിയ മേരിക്കാണ് നമ്മൾ സ്ലോമോ ചൊല്ലുന്നത്. ഭാഗ്യവതിയായ നിത്യകന്യകയായ ദൈവമാതാവായ പരിശുദ്ധ മറിയം. എത്ര ഭാഗ്യമായ, എത്ര ഉന്നതമായ, എത്ര ശ്രേഷ്ഠമായ ഒരു പദവിയാണ് പരിശുദ്ധ മറിയത്തിന് ലഭിച്ചത്. എത്ര ശ്രേഷ്ഠമായ പദവി. അനേക ആളുകളെ മറിയത്തിന്റെ ഈ പ്രാധാന്യത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സ്ത്രീക്കും സർപ്പത്തിനും തമ്മിൽ ശത്രുതയുണ്ട്. സർപ്പം എപ്പോഴും സ്ത്രീയോട് ശത്രുതയായിരിക്കും. ആ ശത്രുതയുടെ ഭാഗമായിട്ടാണ് ഇപ്പോഴും സർപ്പം സ്ത്രീയെ എതിർത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് സർപ്പത്തിന്റെ ചതിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് യോഹന്നാന്റെ ആ ലേഖനം നമ്മൾ പിന്നെയും ഓർക്കുക. ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് അംഗീകരിക്കുന്നവർ, ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് അംഗീകരിക്കുന്നവർ അവരാരോ? അവരാണ് ദൈവമക്കൾ. നമുക്കും വിശ്വസിക്കാം ക്രിസ്തുവിന്റെ ജഡാവതാരം, ആ ജഡധാരണം. ഇപ്പൊ നമ്മൾ അത്യുന്നത ദൂതൻ സ്ലോമോ ചൊല്ലി, എരുതി നിരവിട്ടീറേൻ ദൂതൻ ഇറങ്ങി വന്ന് ആ മറിയമനോട് അരുളിച്ചു. ഇത്രയും ശ്രേഷ്ഠമായ പദവി മനുഷ്യകുലത്തിൽ ആർക്കും ലഭിച്ചില്ല. നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത് ആ ഇൻകാർണേഷനെ ഗ്രഹിക്കുമ്പോഴാണ്. നമ്മളിനി അനാഥരല്ല. നമ്മളിനി ആ പഴയ ആ ഒരു കോൺസെപ്റ്റിൽ വെച്ചുകൊണ്ടിരിക്കുകയല്ല. ദൈവം മനുഷ്യനായി കഴിഞ്ഞു. ദൈവം മനുഷ്യനായി, മറിയത്തിന്റെ മകനായി ഈ ഭൂമിയുടെ പരപ്പിൽ സഞ്ചരിച്ചു. അവൻ കുരിശിൽ മരിച്ചു. ആരാണ് കുരിശിൽ മരിച്ചത്? മറിയത്തിന്റെ മകനാണ്. മരക്കുരിശിൽ അവൻ തൂങ്ങുമ്പോൾ ആ കുരിശിന്റെ താഴെ ഹൃദയത്തിലൂടെ വാള് കടന്നു പോകും എന്ന പ്രവചനം ആക്ഷരികമായി നിറവേറ്റിക്കൊണ്ട് മറിയം ആ കുരിശിന്റെ താഴെ നിൽക്കുകയാണ്. അതേ ശരീരം കല്ലറയിൽ അടക്കപ്പെട്ടു. മരണത്തെ ജയിച്ച്
ആ ശരീരത്തോടുകൂടെ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾ എന്നെ തൊട്ടു നോക്കുവിൻ, ഭൂതത്തിന് എന്നിൽ കാണുന്നത് പോലെ അസ്ഥിയും മാംസവും കാണത്തില്ല. അതേ ശരീരത്തോടുകൂടെ അവൻ സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അതേ ശരീരത്തോടുകൂടെ ദൈവ മഹത്വത്തിൽ വലതുഭാഗത്ത് അവൻ നിൽക്കുന്നത് സ്തേഫാനോ സഹത കണ്ട് സാക്ഷ്യപ്പെടുത്തി. സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുമ്പോഴും ശൗലിനോട്, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത്? നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നീ ഉപദ്രവിക്കുന്ന നസറായനായ യേശു, താൻ വളർന്ന ഗ്രാമത്തിന്റെ പേര് പോലും അപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കർത്താവ്, മറിയത്തിന്റെ മകൻ, ദ സൺ ഓഫ് മേരി, ദ സൺ ഓഫ് മേരി, സൺ ഓഫ് മേരി. ആ മറിയത്തിന്റെ മകൻ തൃത്വത്തിൽ രണ്ടാമനാണ്. മനുഷ്യവർഗം എത്രമാത്രം മഹത്വീകരിക്കപ്പെട്ടിരിക്കുന്നു. ദിസ് ഈസ് ദ മിസ്റ്ററി ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ മിസ്റ്ററി. അനേക ആളുകൾക്ക് ഇതാണ് ഗ്രഹിക്കാൻ, ഇവിടെയാണ് ഇടറിപ്പോകുന്നത്. ഇതാണ് യേശു കർത്താവ് പറഞ്ഞത്, എങ്കൽ ഇടറിപ്പോകാത്തവർ ഭാഗ്യവാൻ. എങ്കൽ ഇടറിപ്പോകാത്തവർ ഭാഗ്യവാന്മാർ. അനേകര് ഇടറിപ്പോയി. ഏറെക്കുറെ ഇടറിപ്പോയ തോമസേ, നീ നിന്റെ കൈകൾ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക, നീ എന്റെ മുറിവുകളെ കാണുക. മൈ ഗോഡ് ആൻഡ് മൈ ലോർഡ്, മൈ ഗോഡ് ആൻഡ് മൈ ലോർഡ്, എന്റെ ദൈവവും എന്റെ കർത്താവും. ഇടർച്ചകൾ മാറുക. എല്ലാ ഇടർച്ചകളും മാറട്ടെ. മറിയത്തിന്റെ മകൻ, the son of Mary. Now he is the second person in Trinity. പിതാവിന്റെ വലത്തുഭാഗത്ത് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് മറിയത്തിന്റെ മകനാണ്. ഈ ഭാഗത്താണ് അനേകർ ഇടറിപ്പോകുന്നത്. എന്തുകൊണ്ട് സഭ മറിയത്തെ ആദരിക്കുന്നു, ആഘോഷിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ദാറ്റ് ഈസ് എ സീക്രട്ട്. ഹോൾ ക്രിസ്ത്യൻ ബിലീഫ്, ഹോൾ ക്രിസ്ത്യൻ ഫെയ്ത്ത്, അത് അവിടെയാണ് സമ്മേളിക്കപ്പെടുന്നത്. ഇൻകാർണേഷൻ അവളിലാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് യാതൊരു സംശയവുമില്ലാതെ സഭ അത് ആഘോഷിക്കുന്നത്. മറിയാമിൻ സ്മരണം വരദായകമാകാൻ, അവൾ തൻ പ്രാർത്ഥനകൾ ആത്മാവിനു കോട്ട. നമ്മളിതിങ്ങനെ പറയുമ്പോൾ മറിയാമിൻ സ്മരണം വരദായകം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ യാതൊരു സംശയവുമില്ലാതെ അതൊരു തരത്തിലും ദുരുപദേശം അല്ല എന്ന് മാത്രമല്ല, അത് മസ്റ്റായി നമ്മൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യേണ്ട കാര്യമാണ്. ഇറ്റ് ഈസ് നോട്ട് ആൻ ഓപ്ഷണൽ തിങ്. അതൊരു ഐച്ഛികമായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാനോ. ഇത് വിശ്വസിച്ചാൽ ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ സോൾ, ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഹാർട്ട്, ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഹൃദയം. ഇതില്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം മുഴുവൻ തകർന്നു. ഇതാണ് യുണീക്നെസ് ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത്, ക്രിസ്ത്യൻ ബിലീഫ്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ, ക്രിസ്ത്യൻ ഡോക്ട്രിന്റെ യുണീക്നെസ് അത് മേരിയാണ്. മനുഷ്യകുലം മുഴുവൻ മഹത്വീകരിക്കപ്പെടുന്നതിന്റെ റെപ്രസെന്റേഷൻ ആയിട്ടാണ് മറിയം മഹത്വീകരിക്കപ്പെട്ടത്. മനുഷ്യകുലം മുഴുവൻ അവളിലാണ് മഹത്വീകരിക്കപ്പെടുന്നത്. നമ്മൾ മറിയത്തെ നിരാകരിക്കുമ്പോൾ മനുഷ്യകുലത്തെ മുഴുവനാണ് നിരാകരിക്കുന്നത്. മറിയത്തെ താഴ്ത്തിക്കെട്ടുമ്പോൾ നാം മനുഷ്യകുലത്തെ മുഴുവനാണ് താഴ്ത്തിക്കെട്ടുന്നത്. കാരണം മനുഷ്യകുലത്തിന് മുഴുവനായിട്ട് ലഭിച്ച മഹത്വീകരണമാണ് ഗ്ലോറിഫിക്കേഷൻ, ദാറ്റ് എലിവേഷൻ. അത് മുഴുവൻ മനുഷ്യവർഗത്തിന് വേണ്ടിയുള്ള എലിവേഷനാണ്. മുഴുവൻ മനുഷ്യവർഗത്തിനും വേണ്ടിയുള്ള എലിവേഷനാണ് അവളിൽ സംഭവിച്ചത്. മുഴുവൻ മനുഷ്യവർഗത്തിന് വേണ്ടി, മുഴുവൻ മനുഷ്യവർഗത്തിന് വേണ്ടി. ജിമ്മി ജീത്തെ ഞാനതൊരു അംഗീകാരവും പദവിയുമായിട്ട് എടുക്കുകയാണ്. ജിമ്മി,
ആത്മപൂർണൻ ഭ്രാന്തൻ എന്ന് വിളിക്കപ്പെടും എന്ന് തിരുവെഴുത്തിൽ പ്രവചനമുണ്ട്. നമ്മൾ അത് മനസ്സിലാക്കുക. കാരണം മറിയത്തിലാണ് മനുഷ്യവർഗം മഹത്വീകരിക്കപ്പെടുന്നത്. അപ്പൊ കണ്ടാലും ഇതുമുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. അപ്പൊ മറിയത്തെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുമ്പോൾ, മറിയത്തിന്റെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ, മറിയത്തെ നമ്മൾ മഹത്വവൽക്കരിക്കുമ്പോൾ മനുഷ്യകുലം മുഴുവനായും മഹത്വവൽക്കരിക്കപ്പെടുകയാണ്. ഇനി മുതൽ നിങ്ങൾ യു ആർ നോ ലോങ്ങർ ഓർഫൻസ്, യു ആർ നോ ലോങ്ങർ എലിനേറ്റഡ്, യു ആർ നോ ലോങ്ങർ അബാൻഡന്റ്, യു ആർ നോ ലോങ്ങർ എനിമീസ്, യു ആർ നോ ലോങ്ങർ ഇൻ ഡാർക്ക്നെസ്. ഇനി മുതൽ നിങ്ങൾ അന്ധകാരത്തിലല്ല, ഇനി മുതൽ നിങ്ങൾ അനാഥരല്ല, ഇനി മുതൽ നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരല്ല, ഇനി മുതൽ നിങ്ങൾ ശത്രുക്കളല്ല, ഇനി മുതൽ നിങ്ങൾ അകന്നവരല്ല, നിങ്ങൾ അടുത്തവരാണ്. ബിക്കോസ് ഓഫ് ഇമ്മാനുവേൽ, ഗോഡ് ഈസ് വിത്ത് അസ്, ഗോഡ് ഈസ് എമംഗ് അസ്, ഗോഡ് ഈസ് ഇൻ അസ്. ഇറ്റ്സ് ഓൾ ഹാപ്പൻഡ് ഇൻ മേരി. ഇത് മുഴുവൻ മറിയത്തിൽ സംഭവിച്ചു. എത്ര ധന്യമായ ജീവിതം, എത്ര സുരഭിലമായ ജീവിതം. ഖദിരമരം കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കണം. ഖദിരമരം ഒന്നിനും കൊള്ളുകയാത്ത മരമാണ്. മുഴുവൻ നാരുകളാണ് ആ മരത്തിൽ, നാരുകൾ. ഒരു ഫർണിച്ചർ ഉണ്ടാക്കാൻ പറ്റത്തില്ല. എത്ര ചീന്തരിട്ടാലും മിനുങ്ങത്തില്ല, നാര് പൊങ്ങി പൊങ്ങി വരും. ഇപ്പൊ ഒന്നിനും കൊള്ളാത്ത, സാമാന്യ ഉപയോഗത്തിന് പോലും കൊള്ളാത്ത ആ മരം തന്നെ കർത്താവ് പറയുകയാണ്, കണ്ടാലും തന്റെ ദാസിയുടെ താഴ്ചയെ അവൻ കടാക്ഷിച്ചിരിക്കും. ഖദിരമരം കൊണ്ട് പെട്ടകം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിനെ മുഴുവൻ പൊന്നുകൊണ്ട് പൊതിയണം. പൊന്ന് കൃപയെ കാണിക്കുകയാണ്. അതിനെ പൊന്നുകൊണ്ട് പൊതിയണം. പൊന്ന് കൃപയെ കാണിക്കുകയാണ്. കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം. ഇതെത്തരത്തിലുള്ള ഒരു വന്ദനം, ഇതെത്തരത്തിലുള്ള ഒരു വന്ദനം. അവൾ അത്ഭുതപ്പെടുകയാണ്. എത്തരത്തിലുള്ളൊരു വന്ദനം. കൃപ നിറഞ്ഞവളെ നിനക്ക് വന്ദനം. അറിയ അത്ഭുതപ്പെടുക. ഇത് എത്തരത്തിലുള്ളൊരു വന്ദനം. ദൈവസന്നിധി നിൽക്കുന്ന ദൂതൻ ഇറങ്ങി വന്ന് വന്ദനം ചെയ്യാം. അത്ഭുതകരമായ, വിസ്മയകരമായ മനുഷ്യജീവിതം. ഇത്രമാത്രം സുരഭിലമായ ഒരു ജീവിതം മനുഷ്യവർഗത്തിൽ ഉണ്ടായിട്ടില്ല. ദൈവവും മനുഷ്യനും ഒന്നായി തീർന്നു. അത് അവളിലാണ് സംഭവിച്ചത്. അതിലൂടെയാണ് മനുഷ്യവർഗം അംഗീകരിക്കപ്പെടുന്നത്. അതിലൂടെയാണ് മനുഷ്യവർഗം മഹത്വവൽക്കരിക്കപ്പെടുന്നത്. ഇതാണ് ക്രിസ്ത്യൻ ഫെയ്ത്തിന്റെ ദ മിസ്റ്ററി. ദാറ്റ് ഈസ് എ മിസ്റ്ററി ഓഫ് അവർ ബിലീഫ്. നമ്മുടെ വിശ്വാസത്തിന്റെ മിസ്റ്ററി. ക്രിസ്ത്യ വിശ്വാസത്തിന്റെ ചുവട് പിടിച്ച് ബൈബിൾ കഥകൾ ഉദ്ധരിക്കുന്ന അനേക വിശ്വാസ ഗ്രൂപ്പുകളുണ്ട്. അതൊന്നും ട്രൂ ക്രിസ്ത്യാനിറ്റി അല്ല. വെസ്റ്റേൺ ക്രിസ്ത്യൻ കൾട്ടുകളാണ്. ദേ ആർ നോട്ട് ക്രിസ്ത്യൻസ്. ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ ഈ ഇൻകാർണേഷനെ ഹോൾഡ് ചെയ്യുന്ന, ഇൻകാർണേഷൻ എന്ന വിശ്വാസം, ദൈവം മനുഷ്യനായി തീർന്നു എന്നുള്ള വിശ്വാസം, ദൈവവും മനുഷ്യരുമായി ബന്ധുത്വമുണ്ടായി. ഇനി അതിന്റെ പെർഫെക്ഷനിലേക്കാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അതാണ് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യക്കാർക്ക് എഴുതുമ്പോൾ പറയുന്നത്, സ്വർഗവും ഭൂമിയും ഒന്നായി തീർന്നു എന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥ. ദൈവം മനുഷ്യനായി കഴിഞ്ഞു. അത് സംഭവിച്ചത് മറിയത്തിലാണ്. ദൈവം മനുഷ്യനായി കഴിഞ്ഞു. അത് സംഭവിച്ചത് മറിയത്തിലാണ്. സോ ആ മറിയത്തിന്റെ ആ മഹത്വം അതാണ് സഭ അവളെ ആഘോഷിക്കുന്നത്. അതുകൊണ്ടാണ് മഹാഭാഗ്യവതിയും നിത്യകന്യകയും ദൈവമാതാവുമായ പരിശുദ്ധ മറിയത്തിന്റെ പെരുന്നാളുകൾ നമുക്ക് അനുഗ്രഹമായി തീരുന്നത്. നീതിമാന്റെ ഓർമ്മ വാഴ്വിനായി തീരട്ടെ. വാഴ്വിനായി തീരും. നിശ്ചയമായിട്ടും ആ അനുസ്മരണം കൊണ്ട് നമുക്ക് അനുഗ്രഹങ്ങളുണ്ടാകും. യോസഫിന്റെ അസ്ഥികളെ മോശ ബഹുമാനിച്ചതുപോലെ മിശിഹായിൽ വത്സലരായിരിക്കുന്നവരെ സഭ ബഹുമാനിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന സഭ അനുഗ്രഹിക്കപ്പെടുകയാണ്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധ മറിയത്തിന്റെ ഓർമ്മകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. അനേക ആളുകൾ ആഗ്രഹിച്ചിട്ടും അവർക്ക് ലഭിക്കാൻ ആ പദവി, തന്റെ താഴ്ചയെ ദൈവം കടാക്ഷിച്ചു. നമുക്കതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. മഹാഭാഗ്യവതിയും പരിശുദ്ധ നിത്യകന്യകയും ദൈവമാതാവുമായ പരിശുദ്ധ മറിയത്തിന്റെ ഓർമ്മ നിങ്ങൾക്ക് വാഴ്വിനായി തീരട്ടെ, അനുഗ്രഹത്തിനായി തീരട്ടെ. പല സുഹൃത്തുക്കളും
ഇവിടെ കമന്റുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ കമന്റ് സൈമൺ വർഗീസ് എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് കമന്റ് എഴുതിയിട്ടുണ്ട്. എല്ലാ കമന്റുകൾക്കും നന്ദി. ഞാൻ ഈ പേജിൽ ഇത് പരിശുദ്ധ മറിയത്തിന്റെ നാമത്തിലുള്ളൊരു പേജാണ്. അതുകൊണ്ട് ഈ പേജിൽ പറഞ്ഞ രീതിയിൽ ചർച്ചകൾക്കും തർക്കങ്ങൾക്കുമായി ഞാൻ ഈ പേജ് ഉപയോഗിക്കുന്നില്ല. സൈമൺ വർഗീസ്, താങ്കൾക്ക് താല്പര്യമാണെങ്കിൽ ഞാൻ എൻ്റെ വാളിൽ ലൈവിൽ വരാം. ആ സമയത്ത് നിങ്ങൾക്ക് മറുപടി ഞാൻ തരാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ ദിവസങ്ങളിൽ 8 നോയമ്പ് ആരംഭിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിലുള്ള പ്രത്യേക പ്രാർത്ഥനകളിൽ ജനം മുഴുകിയിരിക്കുകയാണ്. നിശ്ചയമായും അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. ഇത് അനുഗ്രഹമായി തീരും എന്ന് പറയുമ്പോൾ ഇതൊരു പെന്റക്കോസ്റ്റൽ പെർസ്പെക്റ്റീവിൽ, ഞാനൊരു പെന്റക്കോസ്റ്റലായിരുന്നു. പെന്റക്കോസ്റ്റൽ പെർസ്പെക്റ്റീവിൽ ഇത് പൈശാചികമാണ്, തെറ്റാണ്, ദുരുപദേശമാണ് എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. എന്നാൽ ദൈവം തന്റെ ദാസന്മാരുടെ ശ്രേയസ്സിൽ സന്തോഷിക്കുന്നവൻ. ഹി റിജോയ്സസ്. ഒരിക്കലും ദൈവത്തിന്റെ മഹത്വം ആർക്കും കൊടുക്കുന്നില്ല. ദൈവത്തിന്റെ മഹത്വം കുറഞ്ഞു പോകുന്നില്ല. നമ്മൾ ഓരോ പ്രാർത്ഥനകളും ശ്രദ്ധിക്കുമ്പോൾ അറിയാം. പ്രത്യേകിച്ച് പരിശുദ്ധ ദൈവമാതാവിനുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണ് ആ പ്രാർത്ഥനകൾ മുഴുവൻ പോകുന്നത്. ദൈവകേന്ദ്രീകൃതമാണ്. പക്ഷേ മനുഷ്യവർഗം മുഴുവൻ ഉയർത്തപ്പെടുകയാണ്. മനുഷ്യവർഗം മഹത്വീകരിക്കപ്പെടുകയാണ്. അപ്പൊ ക്രിസ്തീയ വിശ്വാസത്തിന്റെ എല്ലാ എസൻസും എല്ലാ വാല്യൂവും അവിടെയാണ് നമ്മൾ കാണുന്നത്. അതായത് ഓരോ വിശുദ്ധന്മാരും വാഴ്ത്തപ്പെടുമ്പോഴും ഓരോ വിശുദ്ധന്മാരുടെയും മധ്യസ്ഥതയിൽ സഭയെ അഭയപ്പെടുമ്പോഴുമാണ് ക്രിസ്തീയ വിശ്വാസം അതിന്റെ യഥാർത്ഥ മൂല്യത്തെ പുനർനിർണയിക്കുകയാണ്. Whenever we offer these kind of prayers, we are redefining the value of our Christian faith. We are revealing that mystery. നമ്മൾ ആ മർമ്മത്തെ വെളിപ്പെടുത്തുകയാണ്. That is greatest mystery. അല്ല, ഞാൻ ഒരിക്കലും പക്ഷപാതപരമായി സംസാരിക്കുന്നതല്ല, ഞാൻ അതാണ് ഗ്രഹിച്ചിരിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ മർമ്മമാണ് മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നു, മനുഷ്യനെ ദൈവം ആദരിക്കുന്നു. ആ മനുഷ്യവർഗത്തിലേക്ക് ദൈവം എന്ത് ചെയ്യാണ്? ഇറങ്ങി വരികയാണ്. എംബ്രേസ് ഓഫ് ഹിസ് എറ്റേണൽ ലവ്. അവന്റെ നിത്യസ്നേഹത്തിന്റെ ആലിംഗനങ്ങളാണ് മനുഷ്യവർക്ക് അനുഭവിക്കുന്നത്. അത് മറിയത്തിൽ സംഭവിച്ചു. തുടർന്ന് തന്റെ ശിഷ്യന്മാർക്ക് എല്ലാം അവൻ എന്ത് ചെയ്യാണ്? ആ മഹത്വത്തെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. ആ ഗ്ലോറിയെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. എന്തിനാണ്? നീ എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ ഇവരെയും സ്നേഹിക്കുന്നു, നീ എന്നെ അയച്ച പോലെ തന്നെ ഇവരെയും അയച്ചിരിക്കുന്നു എന്ന് ലോകം അറിയട്ടെ. ലെറ്റ് ദ വേൾഡ് നോ ദാറ്റ്. അതുകൊണ്ടാണ് ആ ഔട്ട് ഓഫ് ദാറ്റ് ലവ്, അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ പോയാൽ ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. താൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ ശിഷ്യന്മാർ ചെയ്താൽ എന്ത് ചെയ്യും? തന്നെ പോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യും? അതേ മഹത്വം ഉണ്ടാകും. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ 12 പേരും 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നെയും ന്യായം വിധിക്കും. നിങ്ങൾ ദയവായിട്ട് പറയാം, അത് ദൈവമല്ലേ ന്യായവിധി നടത്തട്ടെ. He was just sharing his glory and authority. ആ അധികാരത്തെയും മഹത്വത്തെയും എല്ലാം ഷെയർ ചെയ്യുക. സ്വാർത്ഥനായ ഏകാധിപതിയായ ഒരു ദൈവത്തെ കുറിച്ചുള്ള സങ്കല്പമായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ളത്. പക്ഷേ ടോട്ടലി ഡിഫറൻ്റ് ആണ്. ദൈവം ഷെയർ ചെയ്യുന്ന ദൈവം, കെയർ ചെയ്യുന്ന ദൈവം, സ്നേഹിക്കുന്ന ദൈവം, തന്റെ മഹത്വം, തന്റെ അധികാരം എല്ലാം ഷെയർ ചെയ്യുക. നൗ ഇൻ ഹിസ് ഷെയർഡ് ഗ്ലോറി. അതുകൊണ്ടാണ് സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രങ്ങളും തമ്മിൽ തേജസ് കൊണ്ട് വ്യത്യാസം ഉണ്ടല്ലോ. പൗലോസ്ലീഹ മിസ്റ്ററി നമുക്ക് വെളിപ്പെടുത്തുക. ദൈവിക രാജ്യത്തിൽ അനേക നീതിമാന്മാർ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്നു. നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന വിശുദ്ധന്മാർ, വാങ്ങിപ്പോയിരിക്കുന്ന ഭാഗ്യവതിയായ പുണ്യാത്മാക്കളായ ഭാഗ്യവാന്മാരായ സ്ലീഹന്മാരും സഹദന്മാരും മൗദ്യാനന്മാരും അവരെല്ലാം ആ ഗ്ലോറിയിൽ വസിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു കമ്പൈൻഡ് ഗ്ലോറിയിലാണ് ദൈവം അത്യുന്നതനായിരിക്കുന്നത്.
അതേക്കുറിച്ചാണ് വ്യക്തമായി സ്ക്രിപ്ചറിൽ നമ്മൾ വായിക്കുന്നത്. ഇതൊന്നും ആന്റി സ്ക്രിപ്ചർ ആയിട്ടുള്ള കാര്യമല്ല. വി ഹാവ് ലോട്ട് ഓഫ് സ്ക്രിപ്ചറൽ എവിഡൻസസ് ഓൾസോ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, നമ്മൾ ആരാധനയ്ക്കായി വരുമ്പോൾ പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവ്വസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. whenever we gather to praise him or worship him, ഈ 8 ഫാക്ടേഴ്സ് ആണ്, 8 കാര്യങ്ങൾ അവിടെയുണ്ട്. ഈ 8 കാര്യങ്ങൾ ഒരുമിച്ചാണ് വരുന്നത്. അപ്പൊ അവിടെ നീതിമാന്മാരുടെ ആത്മാക്കൾ സന്നിഹിതരാണ്, സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾ. അല്ല നമ്മൾ പറയുന്ന പോലെ വെസ്റ്റേൺ അണ്ടർസ്റ്റാൻഡിങ്ങിൽ 2-3 പേർ എന്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ടായിരിക്കുമെന്ന് അരുളി ചെയ്തതുപോലെ കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ദാറ്റ് ഇസ് എ റോങ് കോൺസെപ്റ്റ്. കർത്താവ് അങ്ങനെ ഒറ്റയ്ക്ക് വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ നടുവിൽ നിൽക്കുകയല്ല. ന്യൂ ടെസ്റ്റമെന്റ് ചർച്ച് വർഷിപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സഭ ജീവിച്ചിരിക്കുന്നവരുടെയും വാങ്ങിപ്പോയവരുടെയും ഒരുമിച്ചുള്ള കൂട്ടായ്മയാണ്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിലാണ് സഭ നിൽക്കുന്നത്. സഭ ഇന്ന് നിൽക്കുമ്പോൾ ആ സഭയുടെ അടിസ്ഥാനം എവിടെയാണ്? അപ്പോസ്തലന്മാരിലാണ്. അപ്പൊ അടിസ്ഥാനവും ഇന്നത്തെ സഭയുമായി ബന്ധമില്ലെന്ന് പറഞ്ഞാൽ അത് വേർപെട്ടുപോയി, വിഘടിക്കപ്പെട്ടു പോയി. നോ, അപ്പോസ്തലന്മാരെന്നാണ് അടിസ്ഥാനം. അപ്പൊ അപ്പോസ്തലന്മാർ മുതൽ ഇന്ന് വരെയുള്ള സഭ അഭംഗുരമായി, അവിഘ്നമായി, ആ തുടർച്ചയായി ഒരു ബന്ധമുണ്ട്. അത് ആത്മമണ്ഡലത്തിൽ ആ ബന്ധം നിൽക്കുകയാണ്. അതുകൊണ്ട് സഭ എന്ന് പറഞ്ഞാൽ അൺസീൻ തലത്തിലൂടെ നിൽക്കുന്നതാണ്. അപ്പൊ ദൃശ്യതലത്തിലും അദൃശ്യതലത്തിലും ശരീരസ്ഥരും വാങ്ങിപ്പോയവരുമായി, അതായത് ശരീരികളും അശരീരികളുമായി, ദൃശ്യതലത്തിലും അദൃശ്യതലത്തിലുമായി നിൽക്കുന്ന മഹാസംഘമാണ് സഭ. അതാണ് ദൈവത്തിന്റെ കാഴ്ചപ്പാടിലെ സഭ, അതാണ് പരിശുദ്ധ സഭ ഗ്രഹിക്കുന്ന സഭ, അതാണ് എബ്രായ ലേഖനം 12 സ്ക്രിപ്ചറിലൂടെ നമ്മോട് പറയുന്ന ട്രൂ ചർച്ച്. 2-3 പേർ എന്റെ നാമത്തിൽ കൂടുമ്പോൾ അവിടെ ഞാൻ വരുമെന്ന വാക്യം വെച്ച് കുറെ ആളുകൾ വട്ടത്തിൽ കൂടുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ജസ്റ്റ് ആൻ ഏലിയനേറ്റഡ് കൾട്ട് ഗ്രൂപ്പ്. ഒറ്റപ്പെട്ട ദുരുപദേശ സംഘം മാത്രമാണ്. അതൊരിക്കലും സഭയല്ല. സഭ ഈസ് വെരി മച്ച് കണക്റ്റഡ് ടു ഇറ്റ്സ് ഫൗണ്ടേഷൻ. സഭയുടെ ഫൗണ്ടേഷൻ ഏതാണ്? അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനമാണ്. അപ്പോസ്തലന്മാർ എന്ന അടിസ്ഥാനം വരെയും കണക്റ്റഡ് ആയി നിൽക്കുന്ന ഒരു ചർച്ചുണ്ട്. ആ ചർച്ചാണ് ട്രൂ ചർച്ച്. ആ ചർച്ചിൽ മറിയം ആഘോഷം. ഇന്ന് അനേക ആളുകൾ വിശ്വാസം ഉപേക്ഷിക്കുകയാണ്. എന്തുകൊണ്ടാണ് വിശ്വാസം ഉപേക്ഷിക്കുന്നത്? കാരണം വിശ്വാസം എന്നത് കേവലം ഒരു അറിവ് മാത്രമായി നിൽക്കുമ്പോൾ അത് ഉപേക്ഷിക്കുന്ന ആളുകൾ. ഒരനുഭവമല്ല, ഒരു വികാരമല്ല, ഇപ്പൊ വൈകാരികതയില്ല, ഒരു ഊഷ്മളതയില്ല ബന്ധത്തിന്റെ. അതിനകത്ത് നമുക്കൊരു ഗൃഹാതുരത്വം, ഒരു മാതൃസ്നേഹം. ഇപ്പൊ ട്രൂ ചർച്ച് എന്ന് പറഞ്ഞാൽ ആ ട്രൂ ചർച്ചിൽ അവിടെ അപ്പോസ്തലന്മാരുണ്ട്, യേശു കർത്താവുണ്ട്, പ്രവാചകന്മാരുണ്ട്, അവിടെ മാതാവുണ്ട്. എത്രമാത്രം വൈകാരികമായ, തീവ്രമായ, ഊഷ്മളമായ അനുഭവങ്ങൾ. ഈ അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ഫാമിലി. ചർച്ച് ഇസ് എ ഫാമിലി. ട്രൂ ചർച്ച് ആ ഫാമിലി ഗാദർ ചെയ്യുകയാണ്. അത് ഉപദേശങ്ങളെക്കാൾ ഉപരിയായി അതൊരു അനുഭവമാണ്, ഒരു കൂട്ടായ്മയാണ്. അതുകൊണ്ടാണ് ഒരു ബൈബിൾ വാക്യം പോലും, അല്ലെ ജീവിതത്തിൽ തന്നെ ബൈബിൾ വായിക്കാത്ത അനേക വിശുദ്ധന്മാർ, ബെറ്റർ ക്രിസ്ത്യൻസ് ഈ ലോകത്തിൽ ജനിച്ച് കടന്നുപോയിട്ടുണ്ട്. ബെറ്റർ ക്രിസ്ത്യൻസ്. പക്ഷെ ബൈബിൾ മുഴുവൻ അരച്ച് കലക്കി വായിച്ച് പഠിച്ച് വ്യാഖ്യാനിച്ച് എല്ലാം ചെയ്തിട്ടും വിശ്വാസം നഷ്ടപ്പെട്ടവരായി, വിശ്വസിക്കാൻ കഴിയാത്തവരായി, ദുർഭകാവസ്ഥയിൽ മരിച്ചുപോയവരുമുണ്ട്, ഇന്ന് ജീവിച്ചിരിക്കുന്നവരുമുണ്ട്. തങ്ങളുടെ വിശ്വാസത്തെ കരുപ്പിടിപ്പിക്കാൻ കഴിയാതെ, ക്രിസ്തുവിനോട് ബന്ധപ്പെടാൻ കഴിയാതെ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ അമ്മയെ നിരാകരിക്കുന്നതുകൊണ്ടാണ്. അമ്മയെ സ്വീകരിക്കുക, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ സമാധാനം ഉണ്ടായി വരും.
നിങ്ങൾക്ക് ആ സഭയോട് കണക്ട് ചെയ്യപ്പെടാൻ പറ്റും. അമ്മയെ നിഷേധിച്ചുകൊണ്ട്, അമ്മയെ നിരാകരിച്ചുകൊണ്ട് ഒരു കുടുംബത്തിലും ഒരാൾക്ക് നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഈ സഭയെന്ന് പറയുമ്പോൾ അങ്ങനെയാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ കാണുമ്പോൾ നോക്കുക, നിങ്ങൾ നോക്കുമ്പോൾ അതിനകത്ത് ദൂതന്മാരുടെ സംഘം വരുന്നുണ്ട്, നീതിമാന്മാരുടെ ആത്മാക്കൾ വരുന്നുണ്ട്, ആദിജാതന്മാരുടെ സഭ വരുന്നുണ്ട്. ഇതെല്ലാം ചേർന്നാണ് സഭ വരുന്നത്. അങ്ങനെ വരുന്ന ആ സഭയിൽ അവിടെയാണ് നമ്മൾ സമാധാനത്തെ കണ്ടെത്തുന്നത്. അവിടെയാണ് നമ്മുടെ വിശ്വാസം റീഡിഫൈൻ ചെയ്യപ്പെടുന്നത്. അതാണ് എനിക്ക് താങ്കളോടും പറയാനുള്ളത്. സോ നീതിമാന്റെ ഓർമ്മ വാഴ്വിനായി തീരട്ടെ. അപ്പൊ ഈ ദിവസങ്ങളിൽ നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ സ്മരണയും ഓർമ്മയും പെരുന്നാളും വലിയ അനുഗ്രഹമായി തീരട്ടെ, വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ ദൈവമാതാവ് പേജിന്റെ ചുമതലക്കാർക്കും അതിലെ ഫോളോവേഴ്സിനും എല്ലാവർക്കും ഞാൻ അനുഗ്രഹപ്രദമായിരിക്കുന്ന ഒരു നോയമ്പ് കാലത്തെ ആശംസിക്കുന്നു, ഒരു പെരുന്നാളിനെയും ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആയത് പരിശുദ്ധ ദൈവമാതാവായ നിത്യകന്യകയും മഹാഭാഗ്യവതിയുമായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതകളിലൂടെയും സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ ലിസണിങ്.